ഹായ് ഓൾ, എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൊന്നായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ആസൂത്രണ സമിതി, അതുപോലെ തന്നെ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ, ദേശീയ വികസന സമിതി, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ, എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് വെച്ചാൽ ശരിയായ വിഭവ വിനിയോഗത്തിലൂടെ സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുക. അപ്പോൾ എക്സാമിന് നമുക്ക് ആസൂത്രണം പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. എന്താണ്? സാമ്പത്തിക ആസൂത്രണമുണ്ട്, സാമൂഹിക ആസൂത്രണമുണ്ട്, അതുപോലെ തന്നെ കുടുംബാസൂത്രണമുണ്ട്. സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്, കുടുംബാസൂത്രണം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്, അതുപോലെ സോഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ എന്താണ്, സാമൂഹിക ആസൂത്രണം. ഇതിൽ ഈ പ്രധാനമായിട്ട് ഈ ആസൂത്രണം അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞ 2019 VOൻ്റെ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റനാണ് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനും ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ചെയ്ത ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് ആസൂത്രണം ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്, സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് ഇത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. സാമ്പത്തിക ആസൂത്രണത്തിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിൽ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ ഇവിടുന്ന് കടമെടുത്ത ഓസ്ട്രേലിയ എന്നാണ് അല്ലേ? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന എടുത്ത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വേറെ എന്തൊക്കെയാണ് കടമെടുത്തിട്ടുള്ള ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ നമ്മളൊരു കോഡൊക്കെ മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് വ്യാപാരം ചെയ്താൽ എന്ത് ചെയ്യും? കറണ്ട് പോവും അല്ല. ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ചിരിക്കുക. രാജ്യസഭയും ലോകസഭയും ഒന്നിച്ചിരിക്കുക അല്ലെ? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനമാണ് ഒരുമിച്ചിരുന്ന്. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 ആണല്ലോ പറയുന്നത്. അപ്പോൾ പാർലമെന്റ് സംയുക്ത സമ്മേളനം ഒരുമിച്ചിരുന്ന് വ്യാപാരം ചെയ്താൽ കറണ്ട് പോകും. വ്യാപാരം ചെയ്യുക, സ്വതന്ത്ര വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര കാര്യങ്ങൾ, അത് ഇവിടുന്ന് കടമെടുത്ത ഓസ്ട്രേലിയയിൽ നിന്നാണ്. കറണ്ട് പോകും. കൺകറന്റ് ലിസ്റ്റും ഇവിടുന്ന് കടമെടുത്ത ഓസ്ട്രേലിയ എന്നാണല്ലേ. അതുപോലെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഇവിടുന്ന് കടമെടുത്ത് അത് കാനഡയിൽ നിന്നാണെന്ന് കൊടുത്തിരിക്കുക. അത് ഇവിടുന്നാണ്? കാനഡയിൽ നിന്നാണല്ലേ. കാനഡയുടെ പ്രധാനമന്ത്രി ആരാണ്? കാനഡയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? അടുത്ത് വന്നൊരു മാറ്റമാണ്. എന്താണ്? മാർക്ക് കാർണിയാണ്. ആരാണ്? മാർക്ക് കാർണി. മുമ്പ് ആരായിരുന്നു? ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു അല്ലെ. കാനഡയുടെ തലസ്ഥാനം ചോദിച്ചതാണ്. കാനഡയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒട്ടാവയാണ്. ഒന്ന് ഓർത്തിരിക്കുക. നേരെ തിരിച്ചു വരിക. അതുപോലെ തന്നെ ഇതൊരു PYക്കാണ്. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന ചർച്ച ചെയ്ത INC സമ്മേളനം ചോദിച്ചതാണ് 1931 കറാച്ചി സമ്മേളനമാണ്. 1931 കറാച്ചി സമ്മേളനം അല്ലെ. കറാച്ചി സമ്മേളനം നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. എവിടെയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരെ ബന്ധപ്പെട്ടല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് വരെ ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് കറാച്ചി സമ്മേളനത്തിന് എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ആ മൗലിക അവകാശ പ്രമേയം അവതരിപ്പിച്ച INC ആണ്. ആദ്യമായിട്ട് അവതരിപ്പിച്ച INC ആണ് ഏത്? ഈ പറഞ്ഞ കറാച്ചി സമ്മേളനം അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം അവതരിപ്പിച്ചെന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ഈ സമ്മേളന അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ ഇതേ സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ആദ്യത്തെ INC ആണ് ഇത്. 1931 കറാച്ചി സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സാമ്പത്തിക പ്രധാന ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ: വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. ഇതുപോലെ തന്നെ ചോദിക്കും. പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഏതാണ്? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട ആദ്യത്തെ സ്ഥാപനം ഏതാണ്? ഒന്ന് പറഞ്ഞേ. ഏതാണ് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട ആദ്യത്തെ സ്ഥാപനം ഏതാണ്? അപ്പോൾ നമുക്കറിയാം അത് ഏതാണ്? ദേശീയ ആസൂത്രണ സമിതിയാണ് അല്ലെ. ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ എന്താണ്? ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് അല്ലെ. ഇതാണ് ഇന്ത്യയിൽ ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട ആദ്യത്തെ സ്ഥാപനം. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? 1950 എന്തായിട്ട് മാറുന്നത്? ആസൂത്രണ കമ്മീഷനായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്തോ ഒരു ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്ന് വിളിക്കുന്നത്. ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചാരാണ്? മേഘനാഥ് സാഹിയാണ്. ആശയാരാണ്? മേഘനാഥ് സാഹിയാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ച മേഘനാഥ് സാഹിയാണ്. ഇതിന് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ ഇത് നിലവിൽ വന്നപ്പോൾ 1938 ഫെബ്രുവരിയിലാണ്. 1938 ഫെബ്രുവരിയിലാണ്. എപ്പോഴാണ്? 1938 ഫെബ്രുവരിയിലാണ്. ഇതിൽ ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 15 അംഗങ്ങളാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 15 ആണ്. ഇതിന്റെ അധ്യക്ഷൻ ചോദിച്ചാരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? KT ഷായാണ് അല്ലെ. സെക്രട്ടറി ആരാണ്? KT ഷായാണ്.
KT ഷാ എന്ന് പറഞ്ഞ പേര് നമ്മൾ ഓൾറെഡി മുന്നേ കേട്ടിട്ടുണ്ട്. എവിടെയാണ് KT ഷാ എന്ന് പറഞ്ഞ പേര് നമ്മൾ എവിടെയാണ് കേട്ടില്ലേ? നമ്മൾ ഈ പറഞ്ഞ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ല, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ഈ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ വിശേഷിപ്പിച്ച ഒരു വിശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം മാത്രം മാറാൻ പറ്റുന്ന ചെക്ക് അല്ല, എന്താണ്? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം മാത്രം മാറാൻ പറ്റുന്ന ചെക്ക് എന്നാണ് അദ്ദേഹം ഇതിന് വിശേഷിപ്പിച്ചത്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ആര് വിശേഷിപ്പിച്ചത്? KT ഷാ. അപ്പൊ അംഗങ്ങൾ 15 അതുപോലെ തന്നെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. അത് സെക്രട്ടറി ആരാണ്? KT ഷായാണ്. പക്ഷെ എക്സാമിന് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിഗ്രി ഇതല്ല, അതിന് മുന്നേ 2024 നടന്ന SIന്റെ ഒക്കെ ഡിഗ്രി പ്രിലിംസ് ഉണ്ടായിരുന്നു. ആ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ഇതിന്റെ രൂപീകരണത്തിന് 1938 ഫെബ്രുവരി നിലവന്ന എന്താണ് ദേശീയ ആസൂത്രണ സമിതിയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാതെ നെഹ്റു അല്ലാതെ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് 1938 ഇത് വരുന്നത്. അപ്പോൾ 1938 INCന്റെ അധ്യക്ഷനായിരുന്നു. 1938 INC ഏതാ? ഹരിപുര സമ്മേളനമാണ്. 1938 ഈ ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ട് അന്ന് ഇന്ത്യയിലെ പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന ആരായിരുന്നു? ഈ പറഞ്ഞ ആരായിരുന്നു? INC ആയിരുന്നു. അതുകൊണ്ട് ദേശീയ ആസൂത്രണ സമിതി രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ. അതുപോലെ രൂപീകരണത്തിനായി സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ എന്താണ്? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. എന്താണ്? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അല്ലെ? ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്നായിരുന്നു ഇതിന്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് ടീം ഇന്ത്യ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നീതി ആയോഗിന്റെ ആദ്യ യോഗമാണ് ഇത് ടീം ഇന്ത്യ അല്ലെ? നീതി ആയോഗിന്റെ ആദ്യ യോഗമാണ് ടീം ഇന്ത്യ അല്ലെ? ടീം ഇന്ത്യ നടന്നപ്പോഴാണ് 2015 ഫെബ്രുവരി 8 അല്ലെ? നീതി ആയോഗിന്റെ ആദ്യ യോഗം നടന്നത് 2015 ഫെബ്രുവരി 8. അത് ടീം ഇന്ത്യയാണ്. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്തുമായി ബന്ധപ്പെടുന്നു വെച്ചാൽ എന്തുമായി ബന്ധപ്പെടുന്നു? ദേശീയ ആസൂത്രണ സമിതിയുമായി ബന്ധപ്പെടുന്നതാണ്. ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ജസ്റ്റ് നമുക്ക് 1938 ഹരിപുര സമ്മേളനം ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു INC സമ്മേളനം കൂടിയാണ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? നിലവിൽ ഹരിപുര എവിടെയാണ്? നിലവിൽ ഹരിപുര ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഹരിപുര സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23 എവിടെയാണ് ജനിച്ചതെന്ന് വെച്ചാൽ എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്ക് ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1897 ഓഗസ്റ്റ് 23. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് അല്ല, എന്താണ്? ജനുവരി 23 ജന്മദിനമായിട്ടുള്ള ജനുവരി 23 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? ജനുവരി 23 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? എന്താണ്? ദേശ് പ്രേം ദിവസമാണ് അല്ലെ? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് ദേശ് പ്രേം ദിവസമാണ്. അതുപോലെ തന്നെ ദേശീയ പരാക്രം ദിവസം അല്ലെങ്കിൽ നാഷണൽ കറേജസ് ഡേ അല്ലെ? അതായത് ദേശീയ പരാക്രം ദിവസം അല്ലെങ്കിൽ ദേശ് പ്രേം ദിവസം ആരുടെ ജന്മദിനാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാണ്. എപ്പോഴാണത്? ജനുവരി 23 1897 ജനുവരി 23. അപ്പോൾ ഈ പറഞ്ഞ 38 ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. അതേപോലെ ഈ സമ്മേളനത്തിലാണ് നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെ? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചെയ്യുന്നത്? പ്രദർശിപ്പിക്കുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചെയ്യുന്നത്? പ്രദർശിപ്പിക്കുന്നത്. അതായത് വില്ലേജ് ഡ്രം അല്ലെ? ഗ്രാമീണ ജീവിതമായിട്ട് ചിത്രമാണ്. ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ അമൃത സർക്കിൾ അല്ലെ? കേരളത്തിന്റെ അമൃത സർക്കിൾ എന്ന് അറിയപ്പെടുന്ന ആരാണ്? DK പത്മിനിയാണ് കൊടുത്തിരിക്കുക അല്ലെ? അതുപോലെ തന്നെ INC അധ്യക്ഷ. അതുപോലെ അടുത്തത് എന്താണ്? INCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ത് നടത്തണം? തെരഞ്ഞെടുപ്പ് നടത്തണം. INCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ത് നടത്താൻ തീരുമാനിച്ചു? തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 39 ജനുവരിയിലാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമെടുത്ത INC ആണ് 1938 ഹരിപുര സമ്മേളനം. 38 ജനുവരിയിൽ എന്ത് നടന്നു? തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിച്ചു? സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ പട്ടാഭി സീതാരാമയ്യാണ് മത്സരിക്കുന്നത് അല്ലെ? അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ആരാ ജയിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട INCന്റെ അധ്യക്ഷനായിട്ട് ആര് മാറി? സുഭാഷ് ചന്ദ്രബോസ് മാറി അല്ലെ? തെരഞ്ഞെടുക്കപ്പെട്ട INC അധ്യക്ഷൻ. ഏത് INCയിലാണ്? അത് 39 ത്രിപുരി സമ്മേളനമാണ്. 39 ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട INC അധ്യക്ഷൻ വന്നത് അല്ലെ? 1939 ത്രിപുരി ഇന്ന് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? അത് ത്രിപുരി ഇന്ന് ഏത് സംസ്ഥാനത്തിന്റെ ഭാഗം എന്ന് വെച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിന്റെ ഭാഗമാണ്. എവിടെയാണ്? മധ്യപ്രദേശിന്റെ ഭാഗമാണ്. അപ്പൊ മത്സരിച്ച ആരായിരുന്നു? ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ് മത്സരിച്ചത്. അതിൽ ഗാന്ധിജിയുടെ നോമിനി ആയിട്ട് മത്സരിച്ച ആളായിരുന്നു ആര്? പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തിന് ഇവർ ആര് പരാജയപ്പെടുത്തി? സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. അപ്പൊ ഗാന്ധിജി ആദ്യം നിർദ്ദേശിച്ച പേര് ആരുടെയെന്ന് വെച്ചാൽ ആരായിരുന്നു? അത് പട്ടാഭി സീതാരാമയ്യ അല്ല, നെഹ്റുവിന്റെ പേരാണ് ആരും നിർദ്ദേശിച്ചത്? ഗാന്ധിജി ആദ്യം നിർദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം മത്സരിക്കാൻ
തയ്യാറായില്ല. അദ്ദേഹം പിന്നീട് മൗലാന അബുൽ കലാം ആസാദിന്റെ പേരാവുന്നത്. അവർ രണ്ടുപേരും എന്ത് ചെയ്തില്ല, മത്സരിച്ചില്ല. അങ്ങനെ മൂന്നാമത്തെ ആളായിരുന്നു ഒരു പട്ടാഭി സീതാരാമയ്യ അല്ലെ. അദ്ദേഹം അറിയപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് എന്താണ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയാരാണ്? പട്ടാഭി സീതാരാമയ്യ അല്ല. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതേ ANC മറ്റൊരു പ്രത്യേകതയാണ് ആസൂത്രണത്തെ പറ്റി ഔദ്യോഗികമായി ചർച്ച ചെയ്ത ആദ്യത്തെ ANC കൂടിയാണ് ഏത്? 1938 ഹരിപുര സമ്മേളനം. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്തിലാണ്. അധ്യക്ഷൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ചിത്രം പ്രദർശിപ്പിച്ചു. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. ആസൂത്രണത്തെ പറ്റി ഔദ്യോഗികമായി ചർച്ച ചെയ്ത ആദ്യത്തെ ANC കൂടിയാണ്. ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞതാണ് ദേശീയ ആസൂത്രണ സമിതിയായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, നമ്മൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി പറഞ്ഞ സമയത്ത് ഇതിന്റെ ആദ്യ യോഗം നടന്നതൊന്ന് ഓർത്തിരിക്കുക. ആദ്യ യോഗം നടന്നത് 1938 ഡിസംബർ 17 അപ്പോഴാണ് ആദ്യ യോഗം നടന്നപ്പോൾ 1938 ഡിസംബർ 17 അതിനുശേഷം ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് 1950 എന്തായിട്ട് മാറുന്നത്? ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി നമ്മൾ ഇതിനെ വിളിക്കുന്നത്, ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് എക്സാമിന്റെ ടോപ്പിക് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റൻ, അല്ലെങ്കിൽ നമ്മൾ സിലബസിൽ ഡയറക്റ്റ് എടുത്ത് മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്കാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ. അപ്പൊ നമുക്കറിയാം ഇത് എപ്പോഴാണ് നിലവിൽ വന്ന 1950 മാർച്ചിലാണ്. 1950 മാർച്ച്, ഡേറ്റ് അടക്കം പഠിക്കണം. 1950 മാർച്ച് 15. അപ്പൊ നമുക്കറിയാം മാർച്ച് 15 പ്രത്യേകത എന്താണ്? മാർച്ച് 15 പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമാണ്. അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡി 1962 മാർച്ച് 15 എന്ത് ചെയ്തു? അമേരിക്കൻ പാർലമെന്റിൽ, US കോൺഗ്രസിൽ എന്ത് ചെയ്തു? ഉപഭോക്താക്കളുടെ അവകാശത്തെ കുറിച്ച് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചു. അത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റി ഒരാൾ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ പറഞ്ഞ മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം, വേൾഡ് കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പഠിക്കണം ഡിസംബർ 24 എന്ത് വരിക? ദേശീയ ഉപഭോക്തൃ, നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ഡിസംബർ 24 ഡിസംബർ 24 നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് വരിക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നതിന്റെ ആ ഒരു ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് ദേശീയ ഉപഭോക്തൃ ഡിസംബർ 24 ആയിട്ട് വരുന്നത്. ഡിസംബർ 24 അതൊക്കെ അവിടെ വരുന്നത് ഡിസംബർ 21 ഡിസംബർ 21 ഉണ്ട്, ഡിസംബർ 22, ഡിസംബർ 23, ഡിസംബർ 24, 25 ഇതൊക്കെ പ്രത്യേകം. ഡിസംബർ 21 പ്രത്യേകത എന്താ? ഡിസംബർ 21 പ്രത്യേകത എന്താ? ഡിസംബർ 21 അല്ല, ഡിസംബർ 22 ഡിസംബർ 22, 23, 24, 25 എല്ലാത്തിനും ഓരോ ദിവസത്തിന് ഓരോ പ്രത്യേകം. ഡിസംബർ 22 എന്ന് പറഞ്ഞാൽ ശ്രീനിവാസ രാമാനുജൻ ജന്മദിനമാണ്. അതുകൊണ്ട് ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ്. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ്. അതുപോലെ ഡിസംബർ 23 എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് എന്താണ്? ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ദേശീയ കർഷക ദിനമാണ്. ദേശീയ കർഷക ദിനമാണ്. ഡിസംബർ 24 ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞ ഏതാണ്? ഡിസംബർ 24 ഏതാണ്? ദേശീയ ഉപഭോക്തൃ. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള AB വാജ്പേയിന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യയിലെ ദേശീയ സദ്ഭരണ ദിനമാണ്, അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് ഡേ ആണ്. അല്ലെ, ഗുഡ് ഗവേണൻസ് ഡേ ആണ്. സദ്ഭരണ ദിനം AB വാജ്പേയിന്റെ ജന്മദിനമാണ്. അല്ലെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. സദ്ഭാവനാ ദിനം ആരുടെ ജന്മദിനാന്ന് വെച്ചാൽ ആരുടെ ജന്മദിനാണ് സദ്ഭാവനാ ദിനം? അതാരതാണ്? രാജീവ് ഗാന്ധിയുടെ ജന്മദിനാണ്. അതെപ്പോഴാണ്? ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനം. അതെപ്പോഴാണ്? ഓഗസ്റ്റ് 20 അല്ലെ. ഓഗസ്റ്റ് 20 പ്രത്യേകത എന്താണ്? ഓഗസ്റ്റ് 20 തന്നെയാണ് എന്ത് വരിക? ശ്രീനാരായണ ഗുരു ജയന്തിയും കൂടി വരിക. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം അപ്പോൾ തന്നെയാണ് ഓഗസ്റ്റ് 20 തന്നെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം. അതുപോലെ തന്നെ ആരാണ്? രാജീവ് ഗാന്ധിയുടെ ജന്മദിനം. സദ്ഭാവനാ ദിനം ഓർത്തിരിക്കുക, രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. ഡിസംബർ 25 എന്ത് വരിക? സദ്ഭരണ ദിനം, ഗുഡ് ഗവേണൻസ് ഡേ. അപ്പൊ 21 22 മാത്സ് ഡേ ആണ്. 23 കർഷക ദിനമാണ്. 24 എന്താണ്? ദേശീയ ഉപഭോക്തൃ ദിനമാണ്. 25 സദ്ഭരണ ദിനമാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തിരിച്ചു വരിക, ദേശീയ ആസൂത്രണ കമ്മീഷനിലോട്ട് എന്ത് ചെയ്യുക? തിരിച്ചു വരിക. ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവനാണ്, ന്യൂഡൽഹി. ആസ്ഥാനത്തിന്റെ പേരൊന്ന് പഠിച്ചു നോക്കുക, ഏതാണ്? യോജനാ ഭവൻ, ന്യൂഡൽഹി. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇതിലെ അംഗങ്ങൾ, ഘടന, അല്ലെങ്കിൽ ഇതിന്റെ അംഗങ്ങൾ എങ്ങനെയാ വരിക? അംഗങ്ങൾ പറയുമ്പോൾ ഇതിലൊരു അധ്യക്ഷൻ ഉണ്ടാവും, ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അധ്യക്ഷനും ഉപാധ്യക്ഷനും കൂടാണ്ട് ഈ കേന്ദ്ര ക്യാബിനറ്റ് തിരഞ്ഞെടുക്കുന്ന കുറച്ച് മറ്റംഗങ്ങളും കൂടെ, കേന്ദ്ര ക്യാബിനറ്റ് തിരഞ്ഞെടുക്കുന്ന മറ്റംഗങ്ങളും കൂടി ഇതിലുണ്ടാവും. കേന്ദ്ര ക്യാബിനറ്റ് തിരഞ്ഞെടുക്കുന്ന മറ്റംഗങ്ങളും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? വരുന്ന സമയത്ത് അല്ലെ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് അവസാനത്തെ അധ്യക്ഷൻ നമ്മൾ പഠിക്കുന്നത്? അതായത് 2024 ഓഗസ്റ്റ്
ഓഗസ്റ്റിൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു, ഡിസോൾവ് ചെയ്തു. അതുകൊണ്ടാണ് ലാസ്റ്റത്തെ അധ്യക്ഷൻ ആരാണ്. അതിനുശേഷം അതിന് പകരമാണ് പിന്നീട് എന്ത് വന്നത്, നീതി ആയോഗ് വന്നത് അല്ലെ. അതിന് പകരമാണ് നീതി ആയോഗ് വന്നത് നമുക്കറിയാം അല്ലെ. അടുത്ത അധ്യക്ഷൻ എത്രയും പഠിച്ചു നോക്കാം. അപ്പൊ കൂടുതൽ കാലം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരായിരിക്കും, രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയിരിക്കും. ആരാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. കൂടുതൽ കാലം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി അവരായിരിക്കും കൂടുതൽ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഉപാധ്യക്ഷൻ ചോദിക്കുക അല്ലെ. ഉപാധ്യക്ഷൻ അടുത്ത ഇമ്പോർട്ടന്റ് ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ആരാണെന്ന് വെച്ചാൽ കേന്ദ്ര മന്ത്രിസഭയാണ്. തെരഞ്ഞെടുക്കുന്ന ആരാണ്, കേന്ദ്ര മന്ത്രിസഭയാണ്. തെരഞ്ഞെടുക്കുന്ന ആരാണ്, കേന്ദ്ര മന്ത്രിസഭയാണ്. ആദ്യത്തെ ആരാണ്, സ്ഥിരമായിട്ട് ചോദിക്കാണ്ടല്ലോ, ഗുൽസാരിലാൽ നന്ദിയാണ്. ആദ്യമാണ് ഗുൽസാരിലാൽ നന്ദിയാണ്. രണ്ടാമത് വി ടി കൃഷ്ണമാചാര്യാണ്. ആരാണ്, വി ടി കൃഷ്ണമാചാര്യ. ചിലപ്പോൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വി ടി കൃഷ്ണമാചാര്യ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. പൊതുവെ ഞാനിപ്പോൾ വി ടി കൃഷ്ണമാചാര്യ എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലോട്ട് വന്ന പേര് ചിലപ്പോൾ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓർക്കും അല്ലെ, കൃഷ്ണമാചാര്യ എന്ന് പറയുമ്പോൾ. പക്ഷെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ടി ടി കൃഷ്ണമാചാര്യ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരാ വരിക, വി ടി കൃഷ്ണമാചാര്യ അല്ല. ആരാണ്, ടി ടി കൃഷ്ണമാചാര്യൻ. ഇത് ടി ടി കൃഷ്ണമാചാര്യ അല്ല, വി ടി ആണ്. ടി ടി ആണ് ഇവിടെ വരിക നമ്മളെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. വി ടി കൃഷ്ണമാചാര്യ നിങ്ങൾ പഠിക്കുന്നത് ഈ ഭരണഘടനാ നിയമ നിർമ്മാണ സഭ പഠിക്കുന്ന സമയത്ത് അതിന്റെ എന്താണ് സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പഠിക്കും. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഉപാധ്യക്ഷൻ, അതിന്റെ സ്ഥിരം ഉപാധ്യക്ഷൻ നമ്മൾ പഠിക്കാറില്ല. 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു എച്ച് സി മുഖർജി എന്ന് പറഞ്ഞു പഠിക്കല്ലേ. എച്ച് സി മുഖർജിയാണ്. രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു ആരെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു ആര്, വി ടി കൃഷ്ണമാചാര്യ. രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു ആര്, വി ടി കൃഷ്ണമാചാര്യ. അപ്പൊ ഇവിടെയും രണ്ടാമതാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ എന്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെയും രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു ആരെന്ന് പറഞ്ഞാൽ വി ടി കൃഷ്ണമാചാര്യ കൊടുത്തിരിക്കുക. അവസാനത്തെയും സ്ഥിരം എക്സാം ചോദിക്കുന്നതാണ് മൊണ്ടേക് സിംഗ് അലുവാലിയാണ് അല്ലെ. ആരാണ്, മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. ആരാണ്, മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഉപാധ്യക്ഷനായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാരാണ്. ഉപാധ്യക്ഷനായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാരാണ്, പ്രണബ് മുഖർജി അല്ലെ. 91 മുതൽ 96 വരെ ഇതിന് ഉപാധ്യക്ഷനായിരുന്നു ആര്, പ്രണബ് മുഖർജി അല്ലെ. പ്രണബ് മുഖർജിക്ക് എന്താണ് ഭാരതരത്ന പുരസ്കാരം കിട്ടിയതൊന്നും ഓർത്തിരിക്കുക. എപ്പോഴാണ് പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന പുരസ്കാരം കിട്ടിയത്, എപ്പോഴാണ്, 2019. എപ്പോഴാണ്, 2019. എപ്പോഴാണ്, 2019. 2019 പ്രണബ് മുഖർജിക്ക് മാത്രമല്ല 3 പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക, പ്രണബ് മുഖർജി അല്ലെ. ഭൂപൻ ഹസാരികയാണ് നമ്മൾ എന്താ പറയുക, ബ്രഹ്മപുത്രയുടെ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്, ഭൂപൻ ഹസാരിക. 2019. ഇപ്പൊ 2024 കൊടുത്തു, അതിന് തൊട്ട് മുന്നേ കൊടുത്തത് 2019 അപ്പൊ 2019 കഴിഞ്ഞാൽ പിന്നീട് പുരസ്കാരം കൊടുത്തത് 2024 അവിടെ 5 പേർക്ക് കിട്ടിയെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഉപാധ്യക്ഷനായ ശേഷം പ്രധാനമന്ത്രി, നേരത്തെ രാഷ്ട്രപതിയാണ് പറഞ്ഞത്, പ്രധാനമന്ത്രിയായ വ്യക്തികൾ ആരൊക്കെയെന്ന് വെച്ചാൽ 2 പേരുണ്ട്. ആരൊക്കെയാണ്, ഒന്ന് പി വി നരസിംഹറാവു 84 മുതൽ 85 വരെയും ഡോക്ടർ മൻമോഹൻ സിംഗ് 85 മുതൽ 87 വരെ അല്ലെ. അപ്പൊ 85 മുതൽ 87 വരെയാണ് അവിടെ ഓർത്തിരിക്കുക. അതിന് മുന്നേ അദ്ദേഹം തരുന്നത് 82 മുതൽ 85 വരെ അദ്ദേഹം RBI ഗവർണറായിരുന്നു. 15ാമത്തെ RBI ഗവർണറായിരുന്നു ഒരു ഡോക്ടർ മൻമോഹൻ സിംഗ്. 15ാമത്തെ RBI ഗവർണർ, അതായത് 1982 മുതൽ 85 വരെ RBI ഗവർണറായിരുന്നു. അതിനുശേഷം ചെയ്തു 85 മുതൽ 87 വരെ എന്ത് ചെയ്തു, ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം മരിച്ചോണ്ട് അദ്ദേഹം വഹിച്ച പദവികളൊക്കെ ചോദിക്കും അല്ലെ. പിന്നീട് 91 മുതൽ 96 വരെ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്, ഉപാധ്യക്ഷനായ ശേഷം പ്രധാനമന്ത്രി 2 ആൾക്കാരുണ്ട്, പി വി നരസിംഹറാവുവും ഡോക്ടർ മൻമോഹൻ സിംഗും ആണ്. ഓക്കെ. അപ്പൊ നമ്മളെ പ്രഥമ അധ്യക്ഷൻ നമ്മൾ ആരാന്ന് പറഞ്ഞു, പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു, ഉപാധ്യക്ഷനാരായിരുന്നു ഗുൽസാരിലാൽ നന്ദ. അപ്പൊ ഗുൽസാരിലാൽ നന്ദനെ പറ്റി കുറച്ച് പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു നോക്കാം. അപ്പൊ ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാന, ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ് ആര്, ഗുൽസാരിലാൽ നന്ദ. അദ്ദേഹം അതായത് ഉപപ്രധാനമന്ത്രിയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി, ഡെപ്യൂട്ടി മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അതായത് ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് പ്രധാനമന്ത്രിയും രണ്ട് പദവിയാണ്. ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ നിന്നുണ്ടാവും ഒരു ഉപപ്രധാനമന്ത്രി ഉണ്ടാവും അല്ലെ. പക്ഷെ ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭാവം വരികയാണെങ്കിൽ പകരം ആ ഒരു സ്ഥാനം വഹിക്കുന്നതിനാണ് നമ്മൾ ആക്ടിംഗ് പ്രധാനമന്ത്രി അല്ലെ. അതിനാണ് നമ്മൾ ആക്ടിംഗ്. അപ്പൊ ഇന്ത്യക്ക് ഒരേ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രി ഉണ്ട്. ആരാണ്, ഗുൽസാരി. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ ഇമ്പോർട്ടന്റ് ആണ്. 2 തവണ അദ്ദേഹം 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ഇന്ത്യയുടെ 2 ആരൊക്കെയാണ് പ്രധാനമന്ത്രി, ആരാണ്, സാഹചര്യങ്ങൾ 2 ഒന്നാണ് നെഹ്റുവിന്റെ ഭരണം 1964 മെയ് 27 അല്ല, 1964 മെയ് 27 1964 മെയ് 27 ആര് മരിക്കുന്നത്, നെഹ്റു മരിക്കുന്നത്. അപ്പൊ നെഹ്റു മരിച്ച സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി. അതുപോലെ തന്നെ ഈ നെഹ്റു മെയ് 27 ഒന്ന് ഓർത്തിരിക്കാട്ടോ, അതിനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നമുക്ക് പഠിക്കാം. 2023 മെയ് 28
ആണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഒരു വലിയൊരു വിവാദമായിരുന്നു. കാരണം മെയ് 28 വി ഡി സവർക്കറുടെ ജന്മദിനമായിരുന്നു അല്ലെ. വി ഡി സവർക്കറുടെ ജന്മദിനമായിരുന്നു. വി ഡി സവർക്കറുടെ ജന്മദിനം മെയ് 28 അന്ന് ചെയ്തത് വലിയൊരു വിവാദമായിരുന്നു, രാഷ്ട്രീയ വിവാദമായിരുന്നു. എന്തുകൊണ്ടാണ്? തലേ ദിവസം നെഹ്റുവിന്റെ എന്തായിരുന്നു ചരമദിനമായിരുന്നു. അപ്പൊ നെഹ്റു ഇന്ത്യക്ക് ചെയ്ത സംഭാവന വെച്ച് നോക്കുമ്പോൾ സവർക്കറുടെ സംഭാവന നെഹ്റു ആണ് കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസം ചെയ്യാണ് സവർക്കറുടെ ദിനം ചെയ്തത് ഒരു രാഷ്ട്രീയപരമായിട്ട് വലിയൊരു വിഷയമായിരുന്നു. അപ്പൊ നമ്മളത് PSC പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. മെയ് 27 നെഹ്റുവിന്റെ ചരമദിനം, മെയ് 28 വി ഡി സവർക്കറുടെ ചരമദിനാണ്, വി ഡി സവർക്കറുടെ ജന്മദിനാണ്. ഒന്ന് ഓർത്തിരിക്കുക, വി ഡി സവർക്കറുടെ ജന്മദിനാണ്. ഓക്കെ. അതുപോലെ രണ്ടാമത് എപ്പോഴാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഉണ്ടായപ്പോഴാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അതല്ലേ. ഇവിടെ നമുക്ക് വേറൊരു ഡേറ്റ് പഠിക്കാം അല്ലെ. 1966 ജനുവരി 10 അദ്ദേഹം മരിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? താഷ്കന്റ് വെച്ചിട്ടാണ് മരിക്കുന്നത്. എവിടെ വെച്ചാണ് മരിക്കുന്നത്? താഷ്കന്റിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം എന്തിനാ താഷ്കന്റിലോട്ട് പോയത്? ഒരു കരാർ ഒപ്പിടാണല്ലേ, ഒരു കരാർ ഒപ്പിടണം. ഏത് കരാറാണ്? താഷ്കന്റ് കരാറല്ലേ. 1966 ജനുവരി 10 അദ്ദേഹം എന്ത് ചെയ്തു? താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും ഈ പറഞ്ഞ പാക് പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനും തമ്മിൽ 1965 യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. അതിന്റെ ഫലമായിട്ടുണ്ടായ സമാധാന കരാറാണ് ഇത് 1966 ജനുവരി 10 ഒപ്പുവെച്ച ഏതാണ്? ഈ പറഞ്ഞ താഷ്കന്റ് കരാർ. അപ്പൊ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചതായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അതിനുശേഷം താഷ്കന്റ് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു അല്ലെ. അപ്പൊ താഷ്കന്റ് എവിടെയാ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ ഏത് രാജ്യത്താന്ന് വെച്ചാൽ പല ആൾക്കാരും മനസ്സിൽ വരുന്നത് പാകിസ്ഥാനായിരിക്കും. പക്ഷെ പാകിസ്ഥാൻ അല്ല. താഷ്കന്റ് എവിടെയാണ്? നിലവിൽ ഉസ്ബെക്കിസ്ഥാനാണ്. നിലവിൽ ഏത് രാജ്യത്താണ്? ഉസ്ബെക്കിസ്ഥാനാണ്. പക്ഷെ ഈ കരാറൊക്കെ ഒപ്പുവെക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യമില്ല. അന്ന് എന്തായിരുന്നു? ഉസ്ബെക്കിസ്ഥാൻ എന്തിന്റെ ഭാഗമായിരുന്നു? സോവിയറ്റ് യൂണിയൻ അല്ലെ, USSRന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കരാറിന്, താഷ്കന്റ് കരാറിന് മധ്യസ്ഥത വഹിച്ചത്, താഷ്കന്റ് മധ്യസ്ഥത വഹിച്ച രാജ്യം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. കാരണം അപ്പൊ കരാറുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് താഷ്കന്റ് വഹിക്കുകയാണെങ്കിൽ എവിടെയാണത്? സോവിയറ്റ് യൂണിയനിലാണ്. സോവിയറ്റ് യൂണിയന്റെ പതനമൊക്കെ ഉണ്ടാവുന്നപ്പോഴാണ് 1991 ഡിസംബറിലാണ് മിഖായിൽ ഗോർബച്ചേവ് പതനത്തിന് കാരണമായ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ. അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് പരിഷ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് രണ്ട് പരിഷ്കാരങ്ങളാണ്? ഇതൊക്കെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കും. ഈ പരിഷ്കാരങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ പതനത്തിനൊക്കെ കാരണമായത്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുക. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രി നിലവിൽ എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലാണ്. നിലവിൽ താഷ്കന്റ് എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതും കൂടി ഇത് എക്സാമിന്റെ PYQ ആയിട്ട് ചോദിച്ച കാര്യമാണ്. എന്താണ്? 1997 ഭാരതരത്ന പുരസ്കാരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഗുൽസാരിലാൽ നന്ദ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഗുൽസാരിലാൽ നന്ദയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൂടെ തന്നെ കിട്ടിയ രണ്ട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 1997 ഭാരതരത്ന ജേതാക്കളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് പൊതുവേ ഒരു രാഷ്ട്രപതി ആവുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പഠിക്കുന്നുണ്ടാകും APJ അബ്ദുൽ കലാം പഠിക്കും. പക്ഷെ ഉൾപ്പെടുന്നത് ആരെയൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ APJ അബ്ദുൽ കലാം ശരിയെന്ന് മാത്രം ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എന്ത് ചെയ്യും? മാറിപ്പോ അല്ലെ. മേ ബി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റും. അപ്പൊ അതുകൊണ്ട് അതിൽ ഈ പറഞ്ഞ ഗുൽസാരിൽ നന്ദിയും അരുൺ ആസിഫ് അലി ഓപ്ഷൻ ഉണ്ടായില്ല. അല്ലെ വിക്രം സാരാഭായും പിന്നെന്താണ് ഹോമി ജെ ഭാവി എന്നൊക്കെയാണ് അതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ. ഓക്കെ. അപ്പൊ എന്താണ്? അപ്പൊ അവരുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ കറക്റ്റ് 97 ജേതാക്കളെ പേര് പഠിക്കുന്ന ഈ 3 പേര് APJ അബ്ദുൽ കലാം, ഗുൽസാരിലാൽ നന്ദ, അരുൺ ആസിഫ് അലി. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ഗുൽസാരിലാൽ നന്ദയ്ക്ക് ഭാരതരത്ന പുരസ്കാരം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അദ്ദേഹം കൂടെ വാങ്ങിയത് ആരുടെ കൂടിയാണ്? APJ അബ്ദുൽ കലാമിന്റെ കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു 97 ഭാരതരത്ന പുരസ്കാരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പെടുന്നവരാര് പെടാത്തവരാര് നോക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ കേന്ദ്ര ക്യാബിനറ്റ് തെരഞ്ഞെടുത്ത അംഗങ്ങളുണ്ടല്ലോ. അധ്യക്ഷനുണ്ടാവും, ഉപാധ്യക്ഷൻ. അതുപോലെ ആരാണ്? കേന്ദ്ര ക്യാബിനറ്റ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളുണ്ടാവും. അപ്പൊ അതിൽ ആദ്യത്തെ ഇതിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 4 പേരാണ് ഉണ്ടായത്. ആരാണ്? CD ദേശ്മുഖ് അല്ലെ. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറായിട്ടുള്ള CD ദേശ്മുഖ് 1943 മുതൽ 49 വരെയാണ് RBI ഗവർണർ. RBI ദേശസാൽക്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴൊക്കെ RBI ഗവർണറായിരുന്നു ആര്? CD ദേശ്മുഖ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ആളാണ്. ലോകസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തിയാണ്. ഇതൊക്കെ ആരാണ്? CD ദേശ്മുഖ് ആണ് അല്ലേ. അതുപോലെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച CD ദേശ്മുഖ് ആയിരുന്നു. ഇപ്പൊ ആരാണ്? 7 ബജറ്റ് തുടർച്ചയായിട്ട് CD ദേശ്മുഖ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ 8 ആരായി? നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി 8 ബജറ്റായി. ഇപ്പൊ രണ്ടാമതാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് CD ദേശ്മുഖ് രണ്ടാമതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ VT കൃഷ്ണമാചാരി ഉണ്ട്. നമ്മൾ അല്ലേ നേരത്തെ പറഞ്ഞ എന്താണ്? രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു ആസൂത്രണ കമ്മീഷൻ. അതുപോലെ തന്നെ എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെയും രണ്ടാമത്തെ ഉപാധ്യക്ഷനായിരുന്നു. പിന്നെ GL മേത്ത, പിന്നെ ആരാണ്? RK പാട്ടീൽ. 4 പേരാണ് വരിക. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം. ഇതിൽ എന്താണ്? സംസ്ഥാനങ്ങൾക്ക് എന്തില്ല? ഇതിന്റെ ഭരണസമിതിയിൽ എന്തില്ല? പ്രാതിനിധ്യം ഇല്ല. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ആരായിരിക്കും? കേന്ദ്രമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊരു സെൻട്രലൈസ്ഡ് സ്ഥാപനമാണ് അല്ലെ, കേന്ദ്രീകൃതം. അതായത്
കേന്ദ്രത്തിനാണ് പവർ, സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ല അല്ലെ. അതുകൊണ്ട് ഇതൊരു സെൻട്രലൈസ്ഡ് ബോഡിയാണ്, ഡീസെൻട്രലൈസ്ഡ് അല്ല. സംസ്ഥാനങ്ങൾക്കും കൂടി പ്രാതിനിധ്യം കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡീസെൻട്രലൈസേഷൻ നടക്കുക അല്ലെ. സംസ്ഥാനങ്ങൾക്കും കൂടി ഇതിൽ സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്ത ആരും അംഗമല്ല, ഇതിന്റെ ഒരു പോരായ്മയും കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏത് ടൈപ്പ് സ്ഥാപനം ചോദിച്ചാൽ പൊതുവേ തരുമ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് അല്ലെ. ഭരണഘടനയിലെ ആസൂത്രണ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് രൂപീകരിക്കാൻ എന്തെങ്കിലും പാർലമെന്റോ നിയമസഭകളോ പാസ്സാക്കിയ ഏതെങ്കിലും നിയമമാണ്, ഇതിന് പുറകിൽ അങ്ങനെ ഒരു നിയമമില്ല. അതുകൊണ്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമോ അല്ല എന്ന് പഠിച്ചാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. കാരണം ഇത് പൊതുവേ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് തരും. അപ്പൊ നമുക്ക് പറയാം അല്ല, ഇത് രണ്ടും അല്ല. ഇതെന്താണ്? ഇതൊരു ഉപദേശക സമിതിയാണ്, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, ഇതൊരു ഉപദേശക സമിതി അല്ലെങ്കിൽ എന്താണ് അഡ്വൈസറി ബോഡിയാണ് ഇതെന്ന് പറഞ്ഞാൽ ആസൂത്രണ കമ്മീഷൻ അല്ലെ. അതുപോലെ അടുത്ത വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. ദേശീയ ആസൂത്രണ സമിതിയുടെ പിൻഗാമി, അതുപോലെ നീതി ആയോഗിന്റെ മുൻഗാമിയാണ് അല്ലെ. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ഏതാണ്? മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് വെച്ചാൽ മൗലികാവകാശങ്ങളാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ. അതുപോലെ സൂപ്പർ ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, എക്കണോമിക് ക്യാബിനറ്റ്, പാരലൽ ക്യാബിനറ്റ്, അതുപോലെ ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച്, അതായത് കോച്ചിന്റെ 5ാമത്തെ ടയർ അല്ല. പൊതുവെ 5ാമത്തെ ടയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ സ്റ്റെപ്പിനി എന്നാ പറയുക. എന്തുകൊണ്ടാണ് സ്റ്റെപ്പിനി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇതിന്റെ നമ്മൾ പിന്നെ ഈ സാമ്പത്തിക പരിപാടി മെയിൻ ആയിട്ടുള്ള ചുമതല പറഞ്ഞാൽ എന്താണ്? ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്താണ് കേന്ദ്രത്തിലേക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാലും ഈ ഫിഫ്ത്ത് വീൽ വെച്ച് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പദ്ധതികൾ റൺ ചെയ്യാൻ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുക? ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് എന്ന് എന്താ അറിയപ്പെടുന്നത്? ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്നത് ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് എന്നറിയപ്പെടാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണ ശുപാർശ നൽകിയ 2 കമ്മിറ്റികളുണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ്. 1946 ഇതിന്റെ വർഷം, ഇത് ഡയറക്റ്റും ചോദിക്കട്ടെ, ചിലപ്പോൾ ഇതിന്റെ പേര് വന്നിട്ട് ഏത് വർഷം വന്നു, ഇതിന്റെ അധ്യക്ഷൻ ആരാണ്, ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിക്കുക. അപ്പൊ എന്താണ്? ഒന്ന് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, ഏത് വർഷം? 1946. അധ്യക്ഷനാരാണ്? KC നിയോഗ് അല്ലെ. KC നിയോഗ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഇന്ത്യയിലെ 1ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു അല്ലെ. 1ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ആര്? KC നിയോഗ് അല്ലെ. അതുപോലെ എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി 1947 ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പഠിച്ചു നോക്കുക. അതുപോലെ ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ എന്ത് തയ്യാറാക്കുക? രൂപരേഖ തയ്യാറാക്കുക. ചുമതല എന്താണ്? പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുക. അതുപോലെ എന്ത് ചെയ്യുക? പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുക. അപ്പൊ ഈ ഇതിന് അന്തിമ അനുമതി നൽകുന്ന ആരായിരിക്കും? എന്തായാലും ആരായിരിക്കില്ല, രൂപരേഖ തയ്യാറാക്കിയ ആളെന്ന് എന്ത് ചെയ്യൂല, അന്തിമ അനുമതി നൽകാനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് ഇത് നേരെ ഇവർ രൂപരേഖ തയ്യാറാക്കിയിട്ട് ആര് കൊടുക്കും? നേരെ NDC കൊടുക്കും. ആര് കൊടുക്കും? NDC അല്ലെ, ദേശീയ വികസന സമിതി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ കൊടുക്കും. അവരതൊക്കെ പരിശോധിച്ച് എന്ത് ചെയ്യും? അന്തിമ അനുമതിയോട് വീണ്ടും ആർക്ക് തിരിച്ചു കൊടുക്കും? ആസൂത്രണ കമ്മീഷൻ തിരിച്ചു കൊടുക്കുന്നത് നടപ്പിലാക്കാൻ പറയും. ആസൂത്രണ കമ്മീഷൻ തിരിച്ചു കൊടുത്ത് നടപ്പിലാക്കുക. അപ്പോൾ രൂപരേഖ തയ്യാറാക്കാൻ നടപ്പിലാക്കുക. ഇതാണ് ചുമതല. അന്തിമ അനുമതി നൽകുന്ന ആരാണ്? NDC ആണ്. ഇവിടെ കൊടുത്തിരിക്കുക. ഇന്ത്യൻ മുമ്പ് ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചിരുന്ന ആരായിരുന്നു? ആസൂത്രണ കമ്മീഷനായിരുന്നു നിർണ്ണയിച്ചിരുന്നത്, ആസൂത്രണ കമ്മീഷനായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി മേ ബി ചോദിക്കാം. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഏതാ വരിക? ഭാഗം 4. ഏത് ഭാഗത്തിൽ പരാമർശിക്കുന്നൊന്നുമില്ല, പക്ഷെ ആസൂത്രണത്തെ പറ്റി പരാമർശിക്കുന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞ ഏതാണ്? ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ ഇത്രയും കാര്യങ്ങൾ ആസൂത്രണ കമ്മീഷനിൽ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് നോട്ട്സിനും കാര്യങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഈ നോട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുക? നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ നോട്ട്സ് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? താല്പര്യമുള്ളത് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക്, ചാനലിന്റെ ലിങ്ക് ഇതിന്റെ കമന്റിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ നോക്കി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, ടേൺ ടു സക്സസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? ദേശീയ വികസന സമിതി. ഏതാണ്? ദേശീയ വികസന സമിതി. അടുത്തൊരു ഭാഗമാണ് ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലേ. അപ്പൊ ഇന്ത്യയുടെ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ വികസന കാര്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയിട്ട് ആർക്കാ കൊടുക്കുക? ഈ പറഞ്ഞ NDCക്കാണ് കൊടുക്കുക. ആര് കൊടുക്കുക? NDCക്ക് കൊടുക്കുക. അപ്പൊ NDC ആണ് അതിന് എന്ത് കൊടുക്കുക? അന്തിമ അനുമതി കൊടുക്കുക. അപ്പൊ അന്തിമ തീരുമാനം എടുക്കുന്ന ആരാണ്? NDC ആണ്. അപ്പൊ ഈ ആസൂത്രണ കമ്മീഷന് മുകളിലാണ് എന്ത് വരിക? അന്തിമ തീരുമാനം എടുക്കുന്നത് ഇവിടെ നിന്നല്ല. അപ്പൊ മുകളിലാണ് എന്ത് വരിക? NDC. അപ്പൊ ഇന്ത്യയുടെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള അപ്പർ ബോഡി
ബോഡിയാണ്. ഇന്ത്യയിൽ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അപ്പർ ബോഡി ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ അല്ല. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ മുകളിൽ വരുന്ന സാധനമാണ് ഇത്, ഈ പറഞ്ഞ ഏതാണ്? NDC അല്ലെ. NDC വന്നപ്പോൾ 1952 ഓഗസ്റ്റ് 6 ആണ്. 1952 ഓഗസ്റ്റ് 6. അപ്പോൾ ഓഗസ്റ്റ് 6 മറക്കാണ്ടിരിക്കാൻ എന്ത് കൊടുക്കുക? ഓഗസ്റ്റ് 6 നമുക്കറിയാം ഹിരോഷിമ ദിനം. അപ്പോൾ 1952 ഹിരോഷിമ ദിനം. 1952 ഹിരോഷിമ ദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 6. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ഓർത്തിരിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമായിട്ട് കണക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മറക്കില്ല. പക്ഷേ ഇതിന് ആദ്യ യോഗം തന്നെ 1952 നവംബറിലാണ്. ഓഗസ്റ്റ് 6 വന്നെങ്കിൽ ആദ്യ യോഗം നടക്കുന്നപ്പോഴാണ് 1952 നവംബറിലാണ്. ഇതിന്റെ ആസ്ഥാനമാണ് ഇത് വിധാൻ ഭവൻ അല്ലെ. വിധാൻ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വിധാൻ ഭവൻ ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം വരിക. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഇനി അടുത്ത് പഠിക്കുന്നത് സ്ട്രക്ചർ ആണ്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരിക? ഇതിന്റെ അംഗങ്ങൾ കൊണ്ടുവന്ന അധ്യക്ഷൻ ഉണ്ടാവും. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ നെഹ്റുവും നിലവിൽ നരേന്ദ്രമോദി. കാരണം നിലവിൽ നരേന്ദ്രമോദി എന്ന് പറയാൻ കാരണം ഈ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പിരിച്ചു വിട്ടാണ്. ഓൾറെഡി ഒരു പാർലമെന്റ് ഒരു പ്രമേയം അവതരിപ്പിച്ച് ആ പ്രമേയം പാസ്സായിട്ട് ആസൂത്രണ കമ്മീഷനെ പിരിച്ചു വിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ NDC പിരിച്ചുവിടാനുള്ള പ്രമേയം ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സഭയിൽ എന്ത് ചെയ്തിട്ടില്ല, അവതരിപ്പിച്ചില്ല. അതുകൊണ്ട് ഒഫീഷ്യലി ഇത് പിരിച്ചുവിട്ടിട്ടില്ല. പക്ഷേ ഇത് 2012 ശേഷം ഇതിന്റെ യോഗങ്ങളൊന്നും ഇതിൽ ചേർത്തില്ല. ഇത് കംപ്ലീറ്റ്ലി എന്താണ്? ഇനാക്റ്റീവ് ആണ്. ഏതാണ്? കംപ്ലീറ്റ്ലി എന്താണ്? ഇനാക്റ്റീവ് ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് അതുകൊണ്ട് നിലവിലെ എന്ന് പറയുന്നത്, നിലവിലെ അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും ശരിയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടില്ല? പിരിച്ചു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രമേയം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവതരിപ്പിച്ചില്ല. പിന്നെ അംഗങ്ങൾ പറയുമ്പോൾ അധ്യക്ഷൻ ഉണ്ടാവും, അത് പ്രധാനമന്ത്രിയാണ്. പിന്നെ കേന്ദ്രമന്ത്രിമാരുണ്ടാവും. അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ടാവും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവും. അതുപോലെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ എവിടെ അംഗമാണ്? ദേശീയ വികസന സമിതിയിലെ അംഗം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ്. അധ്യക്ഷൻ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, അതുപോലെ ആസൂത്രണ കമ്മീഷൻ അംഗം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇവിടെ എന്തുണ്ട്? സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെന്ത് പറയാം? ഇത് സംസ്ഥാനങ്ങൾ പ്രതിനിധി നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് സ്ഥാപനമാണ്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സ്ഥാപനമാണ് അല്ലെ. ഡീസെൻട്രലൈസ്ഡ് ആണ്. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതുപോലെ ഇതൊരു ഉപദേശക, ഇത് ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമോ, ഇതും എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. അത് ആരെ ഉപദേശിക്കുന്നു? ഈ അനുമതി വാങ്ങാൻ പോകുന്ന പ്ലാനിംഗ് കമ്മീഷനാണ് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശം ആര് നൽകും? NDC നൽകും. അപ്പോൾ ആസൂത്രണ കമ്മീഷനുള്ള ഉപദേശക സമിതിയാണ് ഇത് NDC അല്ലെ. NDC ആണ് ആരെ ഉപദേശിക്കുക? ആസൂത്രണ കമ്മീഷനെ ഉപദേശിക്കുക. ചിലപ്പോൾ തിരിച്ചു തരും. അതോ ഒപ്പം ഓർത്തിരിക്കുക, മൈൻഡിൽ ഫിക്സ് ചെയ്യുക. NDC ആണ് ഈ അനുമതി തേടി പോകുമ്പോൾ ആരെ ഉപദേശിക്കുക? ആസൂത്രണ കമ്മീഷനെ ഉപദേശിക്കുക. ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, NDCക്ക് പകരം നീതി ആയോഗിലുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഗവേണിംഗ് കൗൺസിലാണ്. ഏതാണ്? ഗവേണിംഗ് കൗൺസിൽ. ഈ ഗവേണിംഗ് കൗൺസിലിൽ എന്താണ്? ഈ പറഞ്ഞ സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് എന്താണ്? അംഗമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഇത് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ദേശീയ വികസന സമിതിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിക്കാറില്ല. പക്ഷേ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. അപ്പോൾ നിലവിൽ വന്നപ്പോഴാണ് 1967 സെപ്റ്റംബറിലാണ്. നിലവിൽ വന്നപ്പോഴാണ് 1967 സെപ്റ്റംബറിലാണ്. 1967 സെപ്റ്റംബറിലാണ്. അതിന് ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? പട്ടമാണ്. പട്ടം തിരുവനന്തപുരം. ആസ്ഥാനം എവിടെയാണ്? പട്ടം തിരുവനന്തപുരമാണ്. അതുപോലെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. അപ്പോൾ പ്രഥമ അധ്യക്ഷൻ ആരാണ്? EMS ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന EMS ഇവിടെ 1967 എന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ 1967 വന്ന സമയത്തൊന്ന് 67 മുഖ്യമന്ത്രിയാണ്. പല ആൾക്കാരും നമ്മൾ പഠിക്കുന്ന എന്താണ്? EMS എന്ന് പഠിക്കും. EMS എന്ന് കാണുന്ന സമയത്ത് അതെങ്ങനെയാണ് EMS ആവുക? EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രി അല്ല. 1957 മുതൽ 59, 1957 ഏപ്രിൽ 5-നാണ് EMS മന്ത്രിസഭ വരുന്നത് അല്ലെ. 1959 ജൂലൈ 31 വിമോചന സമരം കാരണം എന്ത് ചെയ്യേണ്ടി രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അതല്ല EMS. പിന്നെ EMS എങ്ങനെയാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് EMS ഉണ്ടോ എന്ന് വെച്ചാൽ അതിനുശേഷം 59 EMS കഴിഞ്ഞു. അതാണ് ഒന്നാം കേരള നിയമസഭ. പിന്നീട് രണ്ടാം കേരള നിയമസഭ എപ്പോഴാണ് വരുന്നത്? 1960 മുതൽ 64 വരെയാണ്. അല്ല 60 മുതൽ 62 വരെ പട്ടം താണുപള്ളിയും 62 മുതൽ 64 വരെ R ശങ്കറാണ്. അങ്ങനെ 64 തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അങ്ങനെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നു. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായ രാഷ്ട്രപതി ഭരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഉണ്ടായ മൂന്നാമത്തെ രാഷ്ട്രപതി ഭരണമാണ്. അപ്പോൾ രണ്ടാമത്തെ രാഷ്ട്രപതി ഭരണം എപ്പോഴായിരുന്നു? ഈ വിമോചന സമരം കാരണം 1959 ജൂലൈ 31 പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പും കേരളത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു.
അതാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ഭരണം എന്ന് വെച്ചാൽ എപ്പോഴാണത് 1956 മാർച്ച് 23 കാരണം തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ രാജിവെച്ച സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് പ്രഖ്യാപിച്ചു? രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് അപ്പോഴാണ് 1956 മാർച്ച് 23 അത് 1957 ആദ്യ ഗവൺമെന്റ് വരുന്നവർ, ആദ്യ മന്ത്രിസഭ വരുന്നവരുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് 59 വന്നു, മൂന്നാമത് 1964 വന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം എന്താണ്? 1964 ഈ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, CPI അതുപോലെ കേരള കോൺഗ്രസ് ഒക്കെ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യില്ല, സർക്കാർ രൂപീകരിക്കാൻ ഒരു തൂക്ക് നിയമസഭയാണ്. അങ്ങനെ 64 മുതൽ 67 വരെ എന്ത് ചെയ്തു? ആരും മുഖ്യമന്ത്രിയൊന്നുമില്ല. അതുകൊണ്ടാണ് എന്താണ് ഈ പറഞ്ഞ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം. ഇതാണ് കേരളത്തിൽ 7 തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായ രാഷ്ട്രപതി ഭരണം. അങ്ങനെ 1967 തെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് ഒരു സപ്തകക്ഷി മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത്. അതാണ് 2 തവണ കേരള മുഖ്യമന്ത്രി ആദ്യ വ്യക്തിയാണ് EMS 1967 മുതൽ 69 വരെ, അതായത് 3ാം കേരള നിയമസഭയാണ്. ഓക്കെ, അപ്പൊ ആരെന്നെയാണ് ആൻസർ? അത് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇത് കറക്റ്റാണ്. ഈ മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 67 എന്ന് പറയുമ്പോൾ 67 to 69 വരെ EMS ആണ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? MK ഹമീദാണ്. ചോദിക്കാറുണ്ട്. നിലവിൽ പിണറായി വിജയൻ. ഇതൊന്ന് പഠിച്ചു നോക്കുക. VK രാമചന്ദ്രൻ. നിലവിൽ ആരാണ്? VK രാമചന്ദ്രനാണ്. ചുമതല എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്ത് ചെയ്യുക? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ചുമതല എന്താണ്? എല്ലാ വർഷവും സംസ്ഥാനത്തിന് എന്ത് ചെയ്യുക? സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ്, എല്ലാം സ്ഥിരമായിട്ട് എക്സാമിന് എല്ലാ പോയിന്റ്സും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് പഠിക്കുക. ഓക്കെ, അവിടെ അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക? വീഡിയോ എന്ത് ചെയ്യുക? വൈൻഡ് അപ്പ് ചെയ്യുക. ചോദിച്ചിട്ടുള്ള PYQ ആണിത്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ആസൂത്രണ ബോർഡിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണെന്ന് വെച്ചാൽ അത് നർത്തകി നടരാജ്. തമിഴ്നാട്ടിലെ നർത്തകി നടരാജ്. അതായത് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. 2019 ഭരതനാട്യത്തിനാണ് എന്ത് കിട്ടുന്നത്? പത്മശ്രീ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? നർത്തകി നടരാജ്. അപ്പോൾ അവിടെയുള്ള 3 ക്വസ്റ്റ്യൻ കിട്ടും. ഒന്ന്, ഒരു സംസ്ഥാനത്തിന്റെ ആസൂത്രണ ബോർഡിൽ അംഗമായ ആദ്യത്തെ വനിത നർത്തകി നടരാജ്, തമിഴ്നാടിന്റെ ആസൂത്രണ ബോർഡിലാണ്. അതുപോലെ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. ഏത് വർഷമാണ്? 2019 ഏതിനാണ്? ഭരതനാട്യം. അതുപോലെ തന്നെ ചോദിക്കും, നർത്തകി നടരാജ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരതനാട്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ഭരതനാട്യത്തിന് ഉത്ഭവം ഇവിടുന്നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഇത് ഭരതനാട്യം. അതിന്റെ ഉത്ഭവം എന്നാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സാത്രിയന്റെ ഉത്ഭവം ഇവിടുന്നാണ്. സാത്രിയ എന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ്. സാത്രി ഉത്ഭവിച്ചതെന്ന് വെച്ചാൽ ആസാമിലെ മാജുലി ദ്വീപാണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഇത്, മാജുലി ദ്വീപ്. ആസാമിലെ മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കലാരൂപത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കലാരൂപം എന്ന് പറഞ്ഞാൽ ഏതാണ്? കുച്ചിപ്പുടിയാണ് അല്ലെ? ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി അല്ലെ? അപ്പൊ എന്താണ്? കുച്ചിപ്പുടി ഗ്രാമം എവിടെയാണ്? കർണാടകത്തിലെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലാണ് വരിക. അതുപോലെ തന്നെ എന്താണ്? ഒരു കലാരൂപത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഗ്രാമം എന്ന് വെച്ചതാണ് കഥകളി ഗ്രാമം അല്ലെ? ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഗ്രാമമാണ്. അതൊരു ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്തിന് എന്തിട്ടുന്ന ഈ പറഞ്ഞ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് നൽകുന്നത്? ഒരു കഥകളി ഒരു കലാരൂപത്തിന്റെ പേരിൽ പദവി കൊടുക്കുന്നതാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? അയിരൂരാണ്. ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ. കറണ്ട് അഫയർ ചോദിക്കും, അയിരൂർ പത്തനംതിട്ട. പടയണി ഗ്രാമം എന്നൊക്കെ നമ്മൾ മുമ്പ് കടമനിട്ടേനെ പറയാനാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് വരുന്ന ഏതാണ്? കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? കഥകളി ഗ്രാമം ഏതാണ്? അയിരൂറാണ്. അയിരൂർ പത്തനംതിട്ടയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് അതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ നെക്സ്റ്റ് വീഡിയോസിൽ എടുക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് വേണം എന്ത് ചെയ്യുക? ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.